ആകാശവാണി നീ ഇടയ്ക്ക് റിട്ടയർ ചെയ്തെന്ന് കേട്ടു. ഈയിടയ്ക്കോ? കൊച്ചു പയ്യന്റെ കൂട്ടാ നടക്കുന്നത് അല്ലേ സുദീപ്? നിത്യവനാണ്. നിത്യവൻ എങ്ങനെ പറ്റുന്നു ഇത്? നിങ്ങളുടെ മനസ്സാ അല്ലേ സുദീപ്? അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വിഷമം പിടിച്ച കാര്യമുണ്ട്. അച്ഛൻ മരിച്ചു അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ എത്ര ദിവസമായത്? 20 ദിവസമായിട്ടുള്ളൂ. അച്ഛന് പാട്ടുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു? പിന്നെ അച്ഛൻ മനോഹരമായിട്ട് പാടുന്ന ആളായിരുന്നു. എന്റെ ആദ്യത്തെ ഗുരു അച്ഛനാണ്. അച്ഛൻ കോളേജ് കാലങ്ങളിലും സ്കൂൾ കാലങ്ങളിലൊക്കെ മത്സരങ്ങളിലൊക്കെ വിന്നറായിരുന്നു. പിന്നെ അച്ഛന്റെ ശ്രദ്ധ പിന്നെ വേറെ വഴിക്ക് പോയി. ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. കുട്ടിക്കാലത്തൊക്കെ എനിക്കെല്ലാം ഈ ലളിതഗാന മത്സരങ്ങൾക്കൊക്കെ പാടാൻ പാട്ടുകൾ പഠിപ്പിച്ചു തന്നിരുന്ന അച്ഛനാണ്. എനിക്ക് തോന്നുന്നു ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് സുദീപ് ആദ്യം പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു. അതെ അതെ. അധികം ആളുകൾക്ക് അറിയാത്തൊരു കാര്യമോ, കേരള സർവകലാശാല യുവജനോത്സവത്തിന് മുകേഷുമായിട്ട് മത്സരിച്ച് എത്ര തവണയാ? 3 വർഷം. 3 തവണ. പക്ഷെ ഒരു തവണയല്ലേ മുകേഷ് മത്സരിക്കാൻ വന്നുള്ളൂ. ശ്രീറാം, എനിക്കിത് അടുത്തറിയാൻ കാര്യം എന്ന് പറയും. ഞാൻ കൊല്ലം ദിവസങ്ങളിൽ വിദ്യാർത്ഥിയാണ്. അപ്പോ ഇദ്ദേഹത്തിന് ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ല. മുകേഷ് ആ കോളേജിൽ പഠിക്കുന്ന കൈയടി മൊത്തം യൂണിവേഴ്സിറ്റി കോളേജിൽ വരികയാണ്. അപ്പോ ഈ മുകേഷ് കയറുമ്പം ഭയങ്കര കൈഡിയാ. ശ്രീറാം ആരോ അബദ്ധം പറ്റി കൈയടിച്ചത് പുള്ളി കൊണ്ടുവന്ന ആളാ. അത് മാത്രമേ ഉള്ളൂ. മിമിക്രി തുടങ്ങിയപ്പോൾ കൊള്ളാം കേട്ടോ, ആള് തെറ്റില്ല. സത്യത്തില് ഇവര് കിട്ടക്കിട്ടക്ക് നിന്നു. മുകേഷ് കുറച്ചുകൂടെ ലക്കി ആയതുകൊണ്ട് ഫസ്റ്റ് പോയി. എന്നാലും സെക്കൻഡിൽ വന്ന് നിന്നു. പക്ഷെ നാണം കുടുങ്ങിയായിരുന്നു അന്നും. ഇന്ന് നാണം കുടുങ്ങാറുണ്ട്. നാണമുണ്ട്. അതിന് മുമ്പും ശേഷവും പിന്നെ 2 തവണയുടെ രക്ഷപ്പെട്ടു. അതോ അതിനുശേഷമാണ്? അല്ല, അതിന് മുമ്പ് 1 വർഷം കിട്ടി. പിന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ചേർത്തല ഗോപാലൻ നായർ സാറിന് വിവരം ഉണ്ടായിരുന്നു, നീ മിമിക്രി കൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ? അല്ലല്ല, അതിനൊരു കഥയുണ്ട്. അത് ഞാൻ പിന്നീട് അറിയുന്നത്. സംഗീത അക്കാദമിയിലെ ഒരു ഫംഗ്ഷന് പോവാണ്. അച്ഛനോ മോനോ? അച്ഛനും ഞാനും കൂടെ. അച്ഛന്റെ കൂടെ ഞാനും പോകുന്നുണ്ട്. അന്നേ ഈ പ്രൊമോഷൻ ഉണ്ട്, മകനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളത്. അതൊഴിച്ച് ബാക്കിയെല്ലാം അതറിഞ്ഞൂടെ. ഓഡീഷൻ എന്നെ തോപ്പിച്ചതാ അച്ഛൻ. ലൈറ്റ് മ്യൂസിക്കിന്റെ സൂപ്പർ തീരുമാനമായിരുന്നു. ആദ്യത്തെ ഓഡീഷൻ അന്നാണ് ആദ്യമായിട്ട് ആളില് പറഞ്ഞത് സാറിന് ക്ലാസിക്കൽ അറിയാം. എന്റെ അച്ഛൻ എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എന്നെ തോപ്പിച്ചു. പിന്നീട് അറിഞ്ഞത് മകൻ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓഡീഷന്. അപ്പൊ കൂടെ ഉള്ളവര് പറഞ്ഞു, അത്ര ഗോവൽനാരെ ഒരു നോട്ടങ്ങ് വെട്ടിക്കളഞ്ഞാലേ റെക്കമെൻഡഡ് ആവില്ലേ? വേണ്ട, അവൻ 1 വർഷം പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത വർഷം അപ്ലൈ പാടിയാ. നല്ല തീരുമാനമായിരുന്നു അല്ലേ സുദീപ്? എന്റെ അച്ഛൻ ഇതുപോലെ തന്നെ എന്നെ മിമിക്രിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു. പറഞ്ഞല്ലേ ശ്രീറാം, ഇന്നിപ്പോ സുദീപ് അറിയപ്പെടുന്ന ഒരു പരിചയ സമ്പന്നനായ ഇരുത്തം വന്ന ഗായകനായിട്ടാണ്. പക്ഷേ സുദീപിൽ ഒരു നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊന്ന് ദേവരാജ മാഷിന് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ ഈ മിമിക്രി എന്നുള്ള കലയിൽ താല്പര്യം വരാൻ കാര്യം എന്തോ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മത്സരത്തിനൊക്കെ അന്ന് കിളിയുടെ ശബ്ദം, പൂച്ച കരയുന്നത്, അങ്ങനെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ മിമിക്രി ഉണ്ടല്ലോ, അത് അച്ഛൻ തന്നെയാണ് അതൊക്കെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞാൻ മത്സരിച്ച് 5ലും 6ലും 7ലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ എനിക്ക് സ്ഥിരം മിമിക്രി ഫസ്റ്റ് കിട്ടും. പിന്നെ അത് ഹൈസ്കൂളിലായപ്പോൾ കുറച്ചുകൂടി ജില്ലാ തലത്തിലോട്ടൊക്കെ സബ് ജില്ലയായി. അങ്ങനെ എനിക്ക് 9ലും 10ലും പഠിക്കുന്ന സമയത്ത് മിമിക്രിക്കും മോണാക്ടിനും ജില്ലാ തലത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കോളേജിലേക്ക് കയറിയ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഇത് രണ്ടും കൂടെ പോണ്ട, ശരിയാവത്തില്ല, മ്യൂസിക് മാത്രം മതി, മിമിക്രി കൊണ്ട് കോളേജിൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി സമയത്ത് 1-2 മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ശ്രീറാം ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിലേ കുറേ പഴയ ഓൾഡ് ഈസ് ഗോൾഡും അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിട്ട് നടന്നല്ലോ, അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്കൊരു നാടകാനത്തിൽ തുടങ്ങിയല്ലോ ശ്രീറാമിന്റെ. പൊന്നരിവാൾ അമ്പിളിയിലെ കണ്ണെറിയുന്നോളേ ആമരത്തിൻ പൂന്തണലിലെ വാടി നിൽക്കുന്നോളേ, വാടി നിൽക്കുന്നോളേ, പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ, പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. പുൽക്കുടിലിൻ പോൽക്കതിരാം കൊച്ചുറാണിയാളെ, കൺകുളിരെ നിനക്കു വേണ്ടി നമ്മളൊന്നു പാടാം. പുൽക്കുടിലിൻ പോൽക്കതിരാം കൊച്ചുറാണിയാളെ, കൺകുളിരെ നിനക്കു വേണ്ടി നമ്മളൊന്നു പാടാം, നമ്മളൊന്നു പാടാം. ഓണനില പാലലകൾ ഓടി വരൂ നേരം, എന്തിനാണ് നെൻകരള് നൊന്തു പോണൻ കള്ളി, എൻ കരളേ കൺകുളിരേ, എൻ കരളേ കൺകുളിരേ,
എൻ കരളെ കൺകുളിരെ നിന്നെയോർത്തു തന്നെ പാടുകയാണെൻ കരൾ പോരാടുമെൻ കരങ്ങൾ പോരാടുമെൻ കരങ്ങൾ ഒത്തുനിന്നീ പൂനിലാവും നെൽക്കതിരും കൊയ്യാൻ തോളോടു തോളൊത്തു ചേർന്നു വാളുയർത്താൻ തന്നെ പോരുമോ നീ പോരുമോ നീ പോരുമോ നീ പോരുമോ നീ പോരുമോ നീ പോരുമോ നീ നേരു നേടും പോരിൽ എൻ കരളിൻ പൊൽക്കുളിരെ നിന്നെയോർത്തു പാടും പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനല്ലോ ഗാട്ടുകാരനല്ലോ. ഓക്കെ സൂപ്പർ.